ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ട്, രാവിലെയല്ല വൈകിട്ടാണ്, ഇതിപ്പോൾ ഒരു വൈകിട്ട് 4 മണിക്ക് ശേഷം നമ്മൾ നമ്മൾ നാട്ടിൽ ഇരിക്കൂർ വത്തക്ക തോട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വത്തക്കൻ്റെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ്. ആദ്യമായിട്ടാണ് വത്തക്കൻ്റെ കൃഷി ഫുള്ള് വലിയൊരു വയലിൽ ഫുള്ള് നിറച്ചായിട്ട് വത്തക്ക കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇരിക്കൂറേക്ക് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡ് കയറിയിട്ട് ഇരിക്കൂറിൽ നിന്ന് 5ാമത്തെ സ്ട്രീറ്റിലാണ് നമ്മൾ ഈ ഒരു വത്തക്കൻ്റെ തോട്ടമുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോവാണ്. അങ്ങനെ പോയിട്ട് എത്തിയിട്ടുണ്ട്. വലിയൊരു വയലാണ്. അപ്പോൾ അതിൽ ഫുള്ള് ഇങ്ങനെ വത്തക്ക കൃഷിയാണ്. അപ്പോൾ നല്ല അടിപൊളി വത്തക്ക ഉണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കയറി നോക്കുകയാണ്. നല്ല വലിപ്പമുള്ളതും ചെറുതുമായിട്ടുള്ള കുറേ വത്തക്ക ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ഫുള്ള് അങ്ങോളം ഉണ്ട് വത്തക്കൻ്റെ കൃഷി. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തിട്ട് കുറേ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇഷ്ടമുള്ളത്ര വാങ്ങാം. നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാം. അപ്പോൾ അതും കൂടി നോക്കേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ പൈസൻ്റെയൊക്കെ വത്തക്ക എത്രയാണ് പൈസ എന്നൊക്കെ നോക്കാം. പിന്നെ ഇവിടെ പന്നികളോ മറ്റോ വരുമ്പോൾ ഷോക്ക് അടിക്കുന്നതിന്, അതായത് പന്നികൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്കിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയൊന്നും തൊടാതെയാണ് നമ്മൾ സേഫായിട്ട് നോക്കുകയാണ്. അപ്പോൾ പിന്നെ ഈച്ചകളെ ശല്യം ഉണ്ടെങ്കിൽ അതും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പശൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വത്തക്ക കണ്ടോ, ഇത്രയൊക്കെ വണ്ണമുണ്ട്. ഇതിനെക്കാട്ടും വലിയ വണ്ണമുള്ള വത്തക്കകളുണ്ട്. ആദ്യമായിട്ടാണ് ഈ വലിയൊരു വത്തക്ക തോട്ടം കാണുന്നത്. വത്തക്ക തോട്ടം തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നേ ഈ ഒരു വത്തക്കത്തോട്ടം. പിന്നെ നമ്മൾ അതിന് ശേഷം 2ാമത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ സമയം കഴിഞ്ഞിട്ട് വത്തക്കൻ തോട്ടത്തിൻ്റെ ഈ ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞിട്ട് അതൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വത്തക്കകളൊക്കെ ഫുള്ള് കൂട്ടി വച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ചാക്കിലൊക്കെ ആക്കിയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് അവർ ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു വത്തക്ക നമുക്ക് കഷ്ണം ടേസ്റ്റ് നോക്കാൻ വേണ്ടി എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. വൈകുന്നേരം വന്നതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോക്കിയിട്ട് പോകാൻ പറ്റി. അപ്പം നല്ലൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഇനി നിങ്ങൾ ഈ വത്തക്ക തോട്ടത്തിൽ വന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. എനിക്കിപ്പോഴാണ് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ വത്തക്കയൊക്കെ ഇതൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. വത്തക്കയൊക്കെ തീർന്നിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം പോയപ്പോൾ അതൊക്കെ ഫുള്ള് കേടായിട്ടുണ്ടായി. ഇലകളൊക്കെ ഫുള്ള് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിൽക്കീസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും അങ്ങനെ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഒരു പാർക്കാണ്, കുട്ടികളെ പാർക്കാണ്. അപ്പോൾ നല്ല രസമുള്ള നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുട്ടികൾ കുറേ കളിക്കുകയൊക്കെ ചെയ്തു. അവർക്കാണല്ലോ ഇവിടെ പാർക്കിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. പിന്നെ നമ്മൾ വന്നപ്പോൾ അവിടെ ഒരു കുടുംബ സംഗമം ഉണ്ടായിരുന്നേ. അപ്പോൾ കുടുംബസംഗമം എന്നല്ല, അയൽവക്കക്കാരുടെ സംഗമമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ എന്തൊക്കെയോ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. ട്രാവൽ കുറേ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ വേറെ കുറേ വ്ളോഗ്, അവർ പാട്ടും കാര്യങ്ങളൊക്കെ, അവർ ഒപ്പരം വന്ന കുട്ടികളൊക്കെ കുറേ പാട്ട് കളിക്കുന്നു. അവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളപ്പോൾ പറയായിരുന്നു ഇങ്ങനൊരു സംഗമമൊക്കെ വെക്കണം, അപ്പോഴാണ് എല്ലാവരും കാണാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അസിലി കളിക്കാൻ പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ വരാം. അതുവരേക്കും ബായ്.